രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ഒക്കെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുന്നു. ഈ പിറവത്ത് പോത്തും പിടിയൊക്കെ അതിപ്പോൾ ഒരു ആവേശത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ അഡ്വൈസ് ചെയ്തിരുന്നു അത്ര ആവേശം വേണ്ട, ഒരു സാധാരണ രീതിയിലൊക്കെ ഉള്ള ആഘോഷങ്ങളൊക്കെ മതി എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ചെറുപ്പക്കാരല്ലേ, അതെ, ജനകീയ സമിതിയാണ്. അപ്പോൾ അവിടുത്തെ ജനകീയ സമിതി അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവർ ചെയ്യട്ടെ. ഞങ്ങൾ തുടക്കം മുതൽ ഒരേ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം നല്ല വിജയം കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ടാകും. കോട്ടയത്ത് മാത്രമല്ല, നിങ്ങൾ നോക്കിക്കോ, ഈ വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ വിജയിക്കും. വി വിൽ കം ഔട്ട് ഇൻ ഫ്ലൈയിങ് കളേഴ്സ്. അതാണ് ഈ അവസാന ഘട്ടത്തിൽ കോട്ടയം സംബന്ധിച്ച് പറഞ്ഞത് NDAയും UDF-ഉം തമ്മിലായിരുന്നു മത്സരം. LDF അങ്ങനെ ഒരു 3ാം സ്ഥാനത്തേക്ക് പോകുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ? ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊക്കെ ജനങ്ങളാണ് തീരുമാനം. ഫ്രാൻസിസ് ജോർജിന്റെ പ്രതികരണമാണ് കണ്ടത്.